പ്രാണാഗ്നി ഭാഗം 1. രചന അവതരണം ദിവ്യരാജ്. തോരാതെ പെയ്യുന്ന മഴയിലേക്ക് കണ്ണുകൾ നാട്ടിയിരുന്നവൻ. മഴ എത്ര കണ്ടിട്ടും മതിയാവുന്നില്ലായിരുന്നു അവന്. അവൻ്റെ പ്രണയത്തിനും വിരഹത്തിനും അവന് കൂട്ടായി എത്തിയത് മഴ മാത്രമായിരുന്നു. ആദ്യമായി പ്രണയം മുട്ടിട്ടതേ ഒരു മഴനാളിൽ. അത് തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോവുകയാണെന്നറിഞ്ഞതും തന്നെ ആശ്വസിപ്പിക്കാനായവൾ തകർത്തു പെയ്തു. തൻ്റെ കണ്ണുകൾ നിറയുന്നത് മറ്റുള്ളവർ കാണാതിരിക്കാനായാവും അവൾ ആർത്തു പെയ്ത് തന്നിൽ നിന്നും ആ കണ്ണുനീർ കണങ്ങളെ മാറ്റിയത്. പ്രാണ. തൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം. ആദ്യ കാഴ്ചയിൽ തന്നെ തൻ്റെ പ്രാണനായി മാറിയവൾ. പിന്നൊരിക്കൽ നൊമ്പരമായി തൻ്റെ ഇടനെഞ്ചിൽ കെടാതെ കിടക്കുന്ന നോവായി മാറിയവൾ. അവളുടെ പുഞ്ചിരിക്കുന്ന മുഖമോർക്കെ വിഷാദം കലർന്നൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളിൽ തെളിഞ്ഞു വന്നു. ശക്തമായി പെയ്യുന്ന മഴയും തണുക്കാത്ത അവൻ ഉള്ളം നീറുകയായിരുന്നു. അവൻ്റെ ഇടനെഞ്ചിൽ അണയാ കനലായി മാറിയിരുന്നവൾ പ്രാണ. വിധി തന്നിൽ നിന്നും അടർത്തി മാറ്റിയിട്ടും അവളുടെ ഓർമ്മകളിൽ താൻ ഇന്നും ജീവിക്കുന്നു. ജിത്തു, ജിത്തു, ഹ, നീ ഇവിടെ നിൽക്കാ. എത്ര നേരായി ഞാൻ നിന്നെ തേടി നടക്കാന്നറിയോ? ഗർവിച്ചുകൊണ്ട് അകത്ത് കയറി വരുന്നവനെ പുഞ്ചിരിയോടെ നോക്കി അഗ്നിജിത്ത്. എന്താടാ ജീവ? ഉള്ളിലുതിർന്ന നൊമ്പരം കണ്ണുനീരായി പുറത്തേക്ക് വന്നത് ജീവ കാണാതെ തുടച്ചു നീക്കിയവൻ. ഡാ, ഞാൻ വന്നത് നിന്നോട് അത്യാവശ്യമായ ഒരു കാര്യം പറയാനാ. ചെറിയ പരിഭ്രമത്തോടവൻ പറഞ്ഞു. എന്താടാ ജീവ? അവൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ട് ഉത്കണ്ഠയോട് ചോദിച്ചു അഗ്നിജിത്ത്. അത്, ഞാനിന്ന് പ്രാണയുടെ ഏട്ടൻ പ്രദീപിനെ കണ്ടിരുന്നു. പ്രാണയ്ക്ക് ലീഗലി ഉള്ള ഡിവോഴ്സ് കിട്ടി. ഇന്നലെയായിരുന്നു. അത് കേട്ടതും അഗ്നി മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കാര്യം കഷ്ടമാടാ ജിത്തു. അവളുടെ ഏട്ടന്മാർക്ക് അവളെ ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്നാ കേൾക്കണത്. അതുകൊണ്ട് പറഞ്ഞു നിർത്തിക്കൊണ്ട് അവനെ നോക്കി. അതുകൊണ്ട് എന്താടാ? ദൂരേക്ക് നോട്ടം പായിച്ചു നിന്നവൻ തിരിഞ്ഞു ജീവയെ നോക്കി. അവളെ അവർ നാളെ തന്നെ അനാഥാലയത്തിലേക്ക് മാറ്റാൻ പോവാന്ന് പറയാ. ഞെട്ടലോടെ അവൻ പറയുന്നത് കേട്ട് നിന്നെയുള്ള അഗ്നി. എടാ, കൊണ്ടുവരണ്ടേ നമുക്കവളെ? വിട്ടുകൊടുക്കരുത് ആർക്കും കുത്തി നോവിക്കാനും. നീ നെഞ്ചിലേറ്റി നടന്നവളല്ലേ അവൾ. ഇപ്പോഴും നിന്റെ നെഞ്ചിൽ അവൾ മാത്രമല്ലേ ജിത്തു? വേണം. നാളെ തന്നെ അവളെ എനിക്ക് കൂട്ടിക്കൊണ്ടുവരണം. കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ പെണ്ണനുഭവിച്ച യാതന ദൂരെ നിന്നും നോക്കിക്കണ്ടവനാ ഞാൻ. ധനം മാത്രം മോഹിച്ചെത്തിയവന് ഒരു സ്ഥിരവരുമാനമുള്ള ജോലിയുടെ പേരും പറഞ്ഞ് അവളെ കൈപിടിച്ചേൽപ്പിച്ച് നടതള്ളിയപ്പോൾ അവരവിടെ സുരക്ഷിതയാണോ എന്ന് ആരും ചിന്തിച്ചില്ല. ഇനിയും എൻ്റെ പ്രാണയെ നോവിക്കാൻ വിട്ടുകൊടുക്കില്ല ഞാൻ. കൊണ്ടുവരണം എൻ്റെ താലിയുടെ അവകാശിയെ അമ്പലപ്പാട്ടേക്ക്. അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ദൃഢമായിരുന്നു, അവൻ്റെ മനസ്സുപോലെ. പക്ഷേ നീ വിളിച്ചാൽ അവൾ വരുവോടാ? സംശയത്തോടെ അഗ്നിയെ നോക്കി ജീവ. അറിയില്ല ജീവ, പക്ഷേ വിട്ടുകളയില്ലടാ. ഇനിയും നഷ്ടപ്പെടുത്തി കളയാൻ കഴിയില്ല എനിക്ക്. ഒരിക്കൽ കൈവിട്ടു പോയതിൻ്റെ നോവ് ഇതുവരെ അടങ്ങിയിട്ടില്ല. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇപ്പോൾ പോയിട്ട് നാളെ രാവിലെ വരണം. നീയും വേണം എന്നോടൊപ്പം അവളെ ഇവിടേക്ക് കൂട്ടിവരാൻ. ജീവ തിരികെ പോയി കഴിഞ്ഞ് അഗ്നിജിത്ത് നേരെ റൂമിലേക്ക് കയറി. 4 ചുമരുകളിലും പതിപ്പിച്ച ജീവൻ തുടിക്കുന്ന പ്രാണയുടെ ചിത്രങ്ങളിലേക്ക് അവൻ കണ്ണോടിച്ചു. എൻ്റെ ഈ ഇടനെഞ്ചിൽ നീയാണ് പ്രാണ. ഈ ഹൃദയത്തുടിപ്പ് നിലയ്ക്കുന്ന നാൾ വരെ അവിടെ എന്നും നീ മാത്രമായിരിക്കും. ഇടനെഞ്ചിൽ കൈചേർത്തുകൊണ്ട് അവനത് പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ നോവും നൊമ്പരവും കണ്ണുകളിൽ നീർത്തുള്ളികളായി തെളിഞ്ഞു വന്നു. പതിയെ കട്ടിലിലേക്ക് ചായുമ്പോൾ അവൻ്റെ മനസ്സ് 2-3 വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചു. ചെമ്മൺ പാതയിലൂടെ നടന്നു വരുന്നവളിലേക്ക് അവൻ്റെ നോട്ടം എത്തിയതും പതിവ് കള്ളച്ചിരി ചുണ്ടുകളിൽ തെളിഞ്ഞു വന്നു. പെട്ടിക്കടയുടെ തിണ്ണയിൽ നിന്നും ചാടി ഇറങ്ങിക്കൊണ്ട് മുണ്ടിൻ്റെ ഒരു തലപ്പ് കൈകളിലെടുത്ത് അവൾക്ക് നേരെ നടന്നെടുക്കുമ്പോൾ എന്നത്തെയും പോലെ അവൻ്റെ ഹൃദയം പെരുമ്പറ മുഴക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. നീല നിറത്തിലെ ധാവണിയിൽ അവൾ പതിവിലും സുന്ദരിയായിരിക്കുന്നത് പോലെ തോന്നി അഗ്നിക്ക്. അഗ്നിജിത്ത് അമ്പലപ്പാട്ട് തറവാട്ടിലെ ശ്രീരാമൻ്റെയും ശിവതയുടെയും ഒരേയൊരു മകൻ. ആണായും പെണ്ണായും അവൻ ഒറ്റൊരുത്തൻ. ഒറ്റ മകനായതുകൊണ്ട് അച്ഛനമ്മമാരുടെ ലാളന ഏറെ അനുഭവിച്ചതിനാലാവാം ആണായും പെണ്ണായും അവൻ ഒറ്റൊരുത്തൻ. ഒറ്റ മകനായതുകൊണ്ട് അച്ഛനമ്മമാരുടെ ലാളന ഏറെ അനുഭവിച്ചതിനാലാവാം കൂട്ടുകെട്ടും തെമ്മാടിത്തനവും കുറച്ചധികം ആ കൈവശമുണ്ട്. അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്താൻ കൂടി താല്പര്യമില്ലാത്ത പോലുള്ള മട്ടിലാ നടത്തം.
കഴിഞ്ഞ 4 വർഷമായി അവൻ അവളുടെ നിഴലായി മാറിയിരുന്നു. സാരംഗിയിലെ പത്മനാഭൻ്റെയും നന്ദിനിയുടെയും 3 മക്കളിൽ ഇളയവൾ. 2 ഏട്ടന്മാർക്കും കൂടി ഒരേയൊരു പെങ്ങൾ. ജന്മന അന്ധയായ പെൺകുട്ടി. വെള്ളാരം കണ്ണുകളും ചന്ദനത്തിൻ്റെ നിറവുമുള്ളവൾ. ആദ്യമാദ്യം അഗ്നിക്ക് അവളോടുണ്ടായിരുന്നത് വെറുമൊരു ആകർഷണമായിരുന്നെങ്കിൽ പിന്നെപ്പോഴോ തൻ്റെ പ്രാണനിൽ അലിഞ്ഞു ചേർന്ന പ്രണയമായി മാറിയിരുന്നവൾ. അവളുടെ അടുത്തെത്തിയതും അവൻ്റെ കാലുകൾ നിശ്ചലമായി. "വന്നോ? ഇതുവരെ കാണാതിരുന്നപ്പോൾ ഞാൻ കരുതി ഇന്നെങ്കിലും സമാധാനമായിട്ട് അമ്പലത്തിൽ പോയി തൊഴുതു വരാന്ന്. അപ്പോ ഒരിക്കലും എന്നെ ജീവിക്കാൻ വിടില്ല അല്ലേ?" അവൻ്റെ സാമീപ്യം മനസ്സിലാക്കിയ പോലെ ചോദിച്ചു. "ഒറ്റയ്ക്ക് ജീവിക്കാൻ വിടില്ല, കൂടെ കൂട്ടാൻ പോവാ," കുസൃതി ചിരിയോടെ പറഞ്ഞു അഗ്നി. "ഹേമേ, നീ കേട്ടില്ലേ അമ്പലപ്പാട്ടെ തമ്പുരാൻകുട്ടി പറയണത്? എന്തൊരു തമാശയല്ലേ? ഈ കണ്ണുപൊട്ടിയെ കൂടെ കൂട്ടണമെന്ന് പോലും," പ്രാണയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായ ഹേമയോട് പറഞ്ഞു അവൾ. "ഞാൻ പറഞ്ഞത് സത്യ പ്രാണ. ഈ അഗ്നിജിത്തിന്റെ താലിക്ക് ഒരവകാശിയുണ്ടെങ്കിൽ അത് നീയായിരിക്കും." വാക്കുകൾ അത്രമേൽ ദൃഢമായിരുന്നു അഗ്നിയുടെ. പക്ഷേ ഈ പ്രാണയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പുരുഷനുണ്ടാവില്ല അഗ്നി. പുഞ്ചിരിയോടെ പറയുമ്പോഴും ഹൃദയം നീറുന്ന വേദന അവൾ കടിച്ചമർത്തുന്നത് അകക്കണ്ണാലെ കണ്ടു അഗ്നി. "എന്നെങ്കിലും നിന്റെ തീരുമാനം മാറ്റണം എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ എൻ്റേതാവണം നീ. കാത്തിരുന്നോളാം ഞാൻ, എത്ര നാൾ വേണമെങ്കിലും," പുഞ്ചിരിയോടെ അഗ്നി പറഞ്ഞു. "എത്ര നാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കും അഗ്നി? ദിവസങ്ങളോ, മാസങ്ങളോ, അതുമല്ലെങ്കിൽ വർഷങ്ങളോ? ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾ ഉണ്ടാവില്ല. ഇന്നും എനിക്ക് ഞാനും എൻ്റെ നിഴലും മാത്രമേ ഉണ്ടാവൂ," അവൾ പറഞ്ഞു നിർത്തി. "പ്രാണ, ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ അല്ല, എൻ്റെ കാത്തിരിപ്പ് ഈ ജന്മജന്മാന്തരങ്ങളോളം നീളും. നീ എൻ്റെ സ്വന്തമാകുന്ന നിമിഷം വരെ," പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. "പിന്നെ നീ പറഞ്ഞില്ലേ നിന്റെ നിഴൽ നിന്റെ ഒപ്പം ഉണ്ടാവുമെന്ന്. ആ നിഴൽ ഞാനായിക്കോട്ടെ. കൈവെള്ളയിൽ കൊണ്ടു നടന്നോളാം ഞാൻ നിന്നെ." "മതി, നിർത്ത്. എനിക്ക് പറയാനുള്ളതെല്ലാം പലതവണ ഞാൻ പറഞ്ഞതാ. ഹേമ, വരുന്നുണ്ടോ നീ?" "ഇനിയും ഇവിടെ നിന്നാൽ നടയടയ്ക്കും," ഗർവിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവളെ വേദനയോടെ നോക്കി നിന്നു അഗ്നി. "എന്താടാ ജിത്തു ഇത്? നിനക്ക് നാണമില്ലല്ലോ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ? 4 വർഷങ്ങളായി നീ അവളുടെ പിന്നാലെ നടക്കുക. എന്നിട്ട് അവൾക്ക് നിന്നോട് ഒരു തരി പോലും ഇഷ്ടമുണ്ടോ?" "ഇല്ലല്ലോ. എന്തിനാ വീണ്ടും വീണ്ടും നാണം കെട്ട് അവളുടെ പിന്നാലെ നടക്കുന്നത്?" ജീവ അവനടുത്തേക്ക് ഗർവിച്ചുകൊണ്ട് വന്നു. മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു. "നിനക്കറിയോ ജീവ, ആദ്യമായി ഞാൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ച ദിവസം അവൾ സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ ഹേമയെയും കൂട്ടി വേഗത്തിൽ പോവുമായിരുന്നു. ഞാൻ അവളെ പിന്തുടർന്ന് ചെല്ലാൻ തുടങ്ങിയതിൽ പിന്നെ വേറെ വഴിയിലൂടെ അമ്പലത്തിൽ പോവുമായിരുന്നു. പിന്നെ പിന്നെ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ കൂട്ടാക്കും. പക്ഷെ മറുപടിയില്ല. ഇപ്പോൾ ഇങ്ങനെയെങ്കിലും അവൾ എന്നോട് സംസാരിക്കുന്നില്ലേ? ഇന്നേ വരെ അവൾ എന്നോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ജീവ. എൻ്റെ പിന്നാലെ നടക്കരുത്, എന്നെ ശല്യം ചെയ്യരുത്, അതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നല്ലേ?" അവൻ കുസൃതിയോടെ നോക്കി. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ഇതിപ്പോൾ അവൾ നിന്റെ അസ്ഥിക്കല്ല, തലയ്ക്കാ പിടിച്ചത്. ലഹരി, അഡിക്റ്റായിപ്പോയി. അവളോട് എനിക്കുള്ള പ്രണയം ലഹരി തന്നാടാ. അവളെന്നെ ഓരോ നിമിഷവും മത്ത് പിടിപ്പിക്കുക," പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അമ്പലത്തിൽ ചെന്ന് തൊഴുത് വലം വെച്ച് പടികളിറങ്ങി വരവെ ഹേമയുടെ കയ്യിൽ പിടിമുറുക്കി പ്രാണ. "ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം മാത്രമേ പറയാവൂ." ഹേമ പ്രാണയെ നോക്കി. "എന്താ ഹേമേ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? നിന്നോട് ഞാൻ സത്യം മാത്രമല്ലേ പറയാറുള്ളൂ," പുഞ്ചിരിയോടെ അവൾ തിരിച്ചു പറഞ്ഞു. അത് നുണയാ. എന്നോട് ഒളിപ്പിച്ചു വയ്ക്കുന്ന ഒരു വലിയ രഹസ്യം ഈ മനസ്സിലുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റോ പ്രാണ?" ഹേമയുടെ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ മൗനത്തെ കൂട്ടുപിടിച്ചു പ്രാണ. "എന്താന്ന് ഞാൻ പറയട്ടെ പ്രാണ. അമ്പലപ്പാട്ടെ തെമ്മാടിച്ചെക്കൻ നിന്റെ നെഞ്ചിൽ കയറി കൂട് കൂട്ടിയതിനുള്ളത് സത്യമല്ലേ?" ഇല്ല, അത് നിന്റെ തോന്നലാ," പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചു പ്രാണ. "നീ കള്ളം പറയാ. നിന്റെ ഈ പിടയ്ക്കുന്ന കണ്ണുകളും എൻ്റെ കയ്യിൽ നീ പിടിമുറുക്കിയതും എല്ലാം അതിന് തെളിവാ. ഇനിയെങ്കിലും പറഞ്ഞൂടെ ഇഷ്ടമാണെന്ന്? അറിയുമ്പോൾ എത്ര മാത്രം സന്തോഷം തോന്നും." പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ഹേമ. "നീ പറഞ്ഞത് നിഷേധിച്ചാൽ ഞാൻ നുണ പറയുന്നതാവും. എൻ്റെ പ്രണയം തള്ളിപ്പറയുന്നത് പോലെയാവും. ഒരുപാട് ഇഷ്ടമാ എനിക്ക് അഗ്നിയെ. ആദ്യം അമ്പലപ്പാട്ടെ തെമ്മാടി തമ്പുരാനെ പേടിയായിരുന്നു എനിക്ക്. പക്ഷേ പിന്നെ പിന്നെ ആ സാമീപ്യത്തിൽ വല്ലാത്ത സുരക്ഷിതത്വം തോന്നി എനിക്ക്. നിനക്കോർമ്മയുണ്ടോ എന്നറിയില്ല, അന്ന് നിനക്ക് സുഖമില്ലാതിരുന്ന ദിവസം ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ വരികയായിരുന്നു. ആ ചിറയുടെ അടുത്തുള്ള പാലത്തിനടിയിൽ നിന്നും ആ അനിൽ ചാടി വന്നെന്നെ കയ്യിൽ
പിടികൂടി. നിനക്കറിയോ ഞാനിന്ന് എത്രമാത്രം ഭയപ്പെട്ടെന്ന്? അന്ന് അഗ്നി എന്നോടൊപ്പം ഞാൻ പോലും അറിയാതെ എന്നെ പിന്തുടർന്ന് വന്നിരുന്നു. അഗ്നിയെ കണ്ടതും അയാൾ എന്നിൽ നിന്നും അകന്ന് ഓടിപ്പോയി. അന്നത്തെ ആ സംഭവത്തിന് ശേഷം നീ കൂടെ ഇല്ലെങ്കിൽ കൂടി അഗ്നി എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്നുള്ള വിശ്വാസം എനിക്കെന്നും ധൈര്യമാണ്. അന്ന് മുതലാണ് ഞാൻ ആ തെമ്മാടി തമ്പുരാനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നെ ഇടയ്ക്കെപ്പോഴോ അഗ്നി കുറച്ചുനാൾ അച്ഛനോടൊപ്പം ബിസിനസ് ആവശ്യങ്ങൾക്കായി ചെന്നൈയിൽ പോയപ്പോൾ അവൻ്റെ ശൂന്യതയിൽ ഞാൻ അറിഞ്ഞു അഗ്നി എന്നെ എത്രമാത്രം സ്വാധീനിച്ചെന്ന്. എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും പറിച്ചു മാറ്റാനാവാത്ത വിധം പ്രണയമെന്ന വികാരമായി വേരുറച്ചെന്ന് പുഞ്ചിരിയോടെ പറയുന്നവളെ തന്നെ നോക്കി നിന്നു ഹേമ. എന്നാലും നീ എന്തിനാ വൈകിപ്പിക്കുന്നേ? പറയാൻ പാടില്ലേ നിന്റെ പ്രണയം നിന്റെ തമ്പുരാനോട്? ഞാൻ എങ്ങനാ ഹേമ? അതിമോഹമായി പോവും. ഇതുവരെ കിട്ടാത്ത സ്നേഹവും പരിഗണനയും അഗ്നിയിൽ നിന്ന് കിട്ടിയപ്പോൾ ആഗ്രഹിച്ച കളിക്കോപ്പ് കിട്ടിയ കുഞ്ഞിൻ്റെ മനസ്സാ എനിക്ക്. പക്ഷേ ഞാൻ കാരണം അഗ്നിയുടെ ജീവിതം കൂടി ഇരുട്ടിലായി പോവില്ലേ ഹേമ? എൻ്റെ അതിമോഹം അഗ്നിയുടെ നിറമുള്ള ജീവിതത്തെ ഇരുട്ടിലാക്കാൻ പാടില്ല. വേദനയോടത് പറയുമ്പോൾ കവിളിനെ നനച്ചുകൊണ്ട് 2 തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി. നിനക്ക് തോന്നുന്നുണ്ടോ അഗ്നി അങ്ങനൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമെന്ന്? ഒരിക്കലുമില്ല ഹേമ. അഗ്നി എന്നെ സ്നേഹിക്കുന്നത് ഉപാധികളില്ലാതെയാണ്. അറിയാം. പക്ഷേ എനിക്ക് ആ മനസ്സ് കണ്ടില്ലെന്ന് നടിച്ചേ മതിയാവൂ. എൻ്റെ പ്രണയം എന്നിൽ തുടങ്ങി എന്നിൽ തന്നെ അവസാനിക്കട്ടെ. എന്നും നിലനിൽക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വർണ്ണശബളമായൊരു സ്വപ്നം പോലെ. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ആർത്തു പെയ്യുന്ന മഴയിൽ കൈകൾ രണ്ടും വിരിച്ചു നനയ്ക്കുകയായിരുന്നു അഗ്നി. ഓരോ മഴത്തുള്ളിയെയും അവനിലേക്ക് ആവാഹിക്കുമ്പോഴെല്ലാം മനസ്സിൽ നിറയെ പെരുമഴയിൽ നനഞ്ഞൊട്ടി നിന്ന് മഴ ആസ്വദിച്ച തൻ്റെ പെണ്ണായിരുന്നു പ്രാണ. അച്ഛൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി തനിച്ച് കാർ ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്നും തിരികെ വന്ന ആ ദിവസം തൻ്റെ ഹൃദയത്തിലേക്ക് പ്രാണ പ്രണയമായി പെയ്തിറങ്ങി. താൻ പോലും അറിയാതെ തൻ്റെ പ്രണയത്തെ ആദ്യമായി കണ്ട നിമിഷങ്ങൾ അവൻ്റെ ഓർമ്മകളിലേക്ക് തെളിഞ്ഞു വന്നു. തുടരും.